ഹൈറിച്ചെന്നൊരു പ്രസ്ഥാനം തിരിച്ചു വന്നേ മതിയാകൂ. ഞങ്ങളുടെ കമ്പനി ഇതുവരെയും ഞങ്ങളെ തട്ടിപ്പ് നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തെയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തെയോ കമ്പനി തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള 100% ഉറപ്പിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. അതായത് ഈ കമ്പനിക്കെതിരെ 67 FIR ആണ് ഇപ്പോൾ ഉള്ളത്. ഈ 67 FIR-ഉം കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം വന്നതാണ്. നികുതി പണവും നൽകിയതാണ്. ഹൈറിച്ച് എന്ന കമ്പനി സാധാരണക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു കമ്പനി. ഇപ്പോൾ ഈ ഒരു കമ്പനി പൂട്ടിയിട്ട് 2 വർഷത്തോളമായി. യാതൊരു നടപടിയും ഇത് തുറക്കാൻ വേണ്ടി ഉണ്ടായിട്ടില്ല. ഒരു വ്യക്തിയുടെ വ്യാജ പരാതിയിലാണ് ഈ ഒരു സ്ഥാപനം പൂട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈറിച്ചിൻ്റെ തിരുവനന്തപുരം കോർഡിനേറ്ററാണ് ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നത്. സാർ, ഇന്ന് ഞങ്ങളിവിടെ കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു ധർണ നടത്തുവാൻ നിർബന്ധിതരായി തീരുകയായിരുന്നു. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി എന്ന ഒരു മഹാപ്രസ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിനകത്ത് കഴിഞ്ഞ 8 വർഷമായി പാവങ്ങളും നിർധനരുമായ ഒത്തിരിയേറെ പേർക്ക് ഇതിനകത്ത് ഒരു ബിസിനസ് പ്രാഗൽഭ്യം തെളിയിച്ചവരോ അല്ലെങ്കിൽ ബിരുദാനന്ദ ബിരുദം എടുത്തവരോ ഒന്നുമല്ല, എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാർ, ഏകദേശം 16.5 ലക്ഷം കുടുംബങ്ങൾ പണിയെടുത്തിരുന്ന ഒരു കമ്പനി തട്ടിപ്പിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണകൂടം കമ്പനിയെ ബാൻ ചെയ്തുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടുകളെല്ലാം മരയിപ്പിക്കുകയുണ്ടായി. തുടർന്ന് നമ്മൾ കണ്ടത് ഈ കേരളത്തിലെ നിങ്ങളുൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ പത്രമാധ്യമങ്ങളായാലും ഞങ്ങൾക്കെതിരെ തട്ടിപ്പ് എന്ന ഒരു മഹാവാർത്തയാണ് വലിയ ഹെഡ്ലൈനായിട്ട് പത്രങ്ങളുടെയും TV മാധ്യമങ്ങളുടെയൊക്കെ കൊടുത്തത്. പക്ഷേ ഞങ്ങളിന്നിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ കമ്പനി ഇതുവരെയും ഞങ്ങളെ തട്ടിപ്പ് നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഈ കേരള സമൂഹത്തെയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റൊരു രാജ്യത്തെയോ കമ്പനി തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നുള്ള 100% ഉറപ്പിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ഞങ്ങൾ എന്തുകൊണ്ട് ഏകദേശം 2 വർഷക്കാലത്തോളം ഇത്രയും വെയിറ്റ് ചെയ്തു എന്ന് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ ഞങ്ങളോട് ചോദിച്ചതാണ്. അപ്പോൾ ഈ വിഷയം വന്നത് കഴിഞ്ഞ 2023 ഡിസംബർ 7-ാം തീയതിയാണ്. അന്ന് വിഷയം വരുമ്പോൾ പിറ്റേന്ന് തന്നെ കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ പരാമർശം ഉണ്ടായിട്ട് പോലും 2 ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് നമ്മളെ MD വിളിച്ച് താൽക്കാലികമായി ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ കസ്റ്റഡി വയ്ക്കുകയും അദ്ദേഹത്തെ പുറത്തെടുക്കുന്നതോടൊപ്പം രാത്രി 9:15 തൃശ്ശൂർ ജില്ലാ കളക്ടർ കമ്പനിയുടെ മുഴുവൻ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായത്. അപ്പോൾ അവിടുന്ന് ആ നിമിഷം മുതൽ കമ്പനി മാനേജ്മെൻറ്റ് ഈ നിമിഷം വരെയും കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സത്യസന്ധമായ കേസ് നടത്തുന്നത് കൊണ്ട് തന്നെ കമ്പനിക്കെതിരായിട്ട് ഈ ഞാൻ പറഞ്ഞ 16 ലക്ഷത്തിൽ ഒരാൾ പോലും അനങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് കമ്പനി ഞങ്ങൾ വീക്ഷിക്കുമ്പോൾ അനന്തമായി കമ്പനിയുടെ കേസുകൾ ഭരണകൂടം നീട്ടിക്കൊണ്ടുപോവുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും ഞങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ സത്യസന്ധമായ രേഖകളോ അല്ലെങ്കിൽ അതിനനുസൃതമായ നിയമവശങ്ങളോ ഒന്നും തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തുവാനോ ഏതൊരു കാര്യവും നോക്കുന്നില്ല. അനന്തമായി കേസ് നീട്ടിക്കൊണ്ടു പോവുക. അപ്പം നമ്മൾ നാട്ടിനകത്ത് കാണുമ്പോൾ തന്നെ ഏത് കാര്യത്തിൻ്റെ പറയും കുറേ നാൾ നിൽക്കും, അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, എല്ലാവരും അടച്ചുപൂട്ടി അങ്ങ് പോകും. ഇപ്പം ഞങ്ങൾ 14 ലക്ഷം പേര് മാത്രമല്ല, ഇതിനകത്ത് കൺസൈൻമെൻറ്റ് കൂപ്പൺ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഞങ്ങൾ ഇതിനകത്ത് പൈസകൾ ഞങ്ങൾ കൊടുത്തിട്ടുള്ളതും ആ കൂപ്പണിലൂടെയാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ 2 വർഷത്തോളമായി ഇതിനകത്ത് കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളും പൂട്ടി. ആ 2 വർഷം ഈ വരുന്ന ഡിസംബർ ആകുമ്പോൾ 2 വർഷമാകും. കഴിഞ്ഞ 2023 ഡിസംബർ 7-ാം തീയതിയാണ് കമ്പനി ലോക്കാകുന്നത്. അപ്പോൾ ഏകദേശം 600-ന് പുറത്തുള്ള ഷോപ്പുകൾ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കൺസൈൻമെൻറ്റ് അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ പൈസകൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കൊടുക്കുന്ന പൈസയ്ക്ക് മുഴുവൻ നമുക്ക് ഘട്ടം ഘട്ടമായി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അവിടെ ഞങ്ങളുടെ കമ്പനി മാത്രമല്ല, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന പല കമ്പനികളും കൺസൈൻമെൻറ്റ് അഡ്വാൻസുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ പൈസ അത് മൂല്യം തിരിച്ചു വരികയാണ്. ഒപ്പം കമ്പനിയുടെ കിട്ടുന്ന അടിസ്ഥാന വരുമാനത്തിൽ നിന്നുള്ള വരുമാനവും ലാഭവിധമായി ഞങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2023 ഡിസംബർ 7-ന് തലേ ദിവസം മുമ്പ് വരെയും അല്ലെങ്കിൽ കമ്പനി ഫ്രീസ് ചെയ്യുന്നത് വരെയും ഞങ്ങളെല്ലാവരും വരുമാനദായകരായിരുന്നു. അപ്പോൾ 2 വർഷം കൊണ്ട് ഞങ്ങളിതായപ്പോൾ ഏറെക്കുറെ എല്ലാ ആൾക്കാരും നമുക്ക് കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിൽ 1-2 വർഷം 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 10 ലക്ഷത്തിനകത്ത് നിന്നെങ്കിലും ഏകദേശം 16 ലക്ഷം കുടുംബങ്ങൾ തൊട്ടടുത്ത വർഷങ്ങളിൽ ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 കോടിക്ക് പുറത്ത് മദർ ഐഡികൾ വന്ന ഒരു ഫാമാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഒത്തിരിയേറെ ആത്മഹത്യകളുണ്ടായി, ഒത്തിരിയേറെ പേര് മാനസികമായ ഡിപ്രഷൻ, അത് ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഇതിനകത്ത് വിദേശികളായി ജോലി ചെയ്ത് അവരുടെ
ആയുസ്സും ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ വന്നിട്ട് അവരിതിലേക്ക് ഇറങ്ങിയവരുണ്ട്. ഒത്തിരിയേറെ പേര് സർവീസിൽ നിന്ന് വിരമിച്ച ആൾക്കാരുണ്ട്. അവരൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അവർക്ക് മറ്റൊരു വഴി കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് ദൈനംദിനം ഹൈറിച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹൈറിച്ചിന് പകരം വയ്ക്കാനായിട്ട് ഇന്ന് ഒത്തിരിയേറെ MLM ബിസിനസ്സുകൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളും നിങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഉപഭോക്താക്കളായിരിക്കാം നിങ്ങളും ചിലപ്പോൾ. പക്ഷേ അവിടെ നമുക്കിപ്പോൾ ഒരു സോപ്പ് കൊണ്ട് നമ്മളെ വീട്ടിൽ തന്നിട്ടായാലും 100 രൂപയുടെ MRP ഉള്ള സോപ്പ് അല്ലെങ്കിൽ അതിന് 300 രൂപ ആയിക്കൊണ്ട് 300 രൂപയ്ക്ക് നമ്മൾ വാങ്ങുമ്പോൾ, എന്നാൽ 100 രൂപയ്ക്ക് MRP ഇട്ടിരിക്കുന്ന ഒരു സാധനം അതിലും താഴത്ത് 50 രൂപയ്ക്കോ അല്ലെങ്കിൽ അതിലും താഴത്ത് കമ്പനിയുടെ ഡിസ്കൗണ്ട് കഴിച്ച് കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ വന്നപ്പോൾ എന്ത് ലാഭത്തിന് ആ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു, ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അതിന് തുല്യം വയ്ക്കാൻ വേണ്ടി മറ്റൊന്നിനെയും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഹൈറിച്ച് അല്ലാതെ മുമ്പോട്ട് പോകാൻ മറ്റൊരു വഴിയില്ല. അപ്പോൾ ഹൈറിച്ചിനെ കൊണ്ടുവരാൻ നിയമപരമായ ഒരു തടസ്സങ്ങളും ഞങ്ങൾ കാണുന്നില്ല. കാരണം ഒരു ജഡ്ജ്മെൻറ്റും ഞങ്ങൾക്കെതിരായിട്ടല്ല ഇന്ന് വരെ വന്നിട്ടുള്ളത്. ഒരു കേസുകളും പല കേസുകളും പലരും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കേസ് വരെ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കാലയളവിൽ അടിയന്തരമായി കമ്പനിയെ പഠിക്കുവാനും കമ്പനി ചെയ്യുന്ന ബിസിനസ്സുകൾ പഠിക്കുവാനും കമ്പനിയെ പ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവരുവാനും ഈ പറഞ്ഞ ജനവിഭാഗങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകാൻ അധികാരികൾ, ഭരണവർഗം അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ തയ്യാറാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സൂചന പണിമുടക്കാണിത്. വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ് നമുക്ക് അടുത്ത് വരുന്നത്. 1-2 മാസങ്ങൾക്കകത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് നിയമസഭയിൽ തന്നെ ഏകദേശം 140 MLAമാർക്ക് ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തു. മുഖ്യമന്ത്രിക്ക് കൊടുത്തു, വകുപ്പ് മന്ത്രിമാർക്ക് കൊടുത്തു, മറ്റ് കളക്ട്രേറ്റ് തുടങ്ങി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലെയും കളക്ട്രേറ്റുകളിലും ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്തു. ഞങ്ങൾ തീർച്ചയായും വത്സൻ എന്ന് പറയുന്ന ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ ജോലി ചെയ്യുന്ന പഴയ റിട്ടയർഡ് SP അദ്ദേഹമാണ് ഞങ്ങൾക്കെതിരെ ഈ പരാതിയുമായിട്ട് ആദ്യം വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി എടുത്തുകൊണ്ട് അവർ കേസ് രജിസ്റ്റർ ചെയ്യുകയും ആ കേസിൻ്റെ പുറത്ത് വിശദമായ അന്വേഷണങ്ങൾ നടത്താതെ, ഞാൻ ഇവിടെ പറഞ്ഞല്ലോ കമ്പനി എന്താണ് ചെയ്യുന്നത്, കമ്പനി ചെയ്യുന്ന പ്രോജക്റ്റുകൾ എന്താണ്, അതിനെക്കുറിച്ചൊരു പഠനമില്ലാതെ ഇവിടെ MLM കമ്പനിയെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസം മുമ്പ് പത്രവാർത്തയുണ്ടായിരുന്നു. പക്ഷേ അവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മേശയ്ക്ക് കീഴിലിരുന്ന് പറയുന്ന കാര്യം മാത്രമല്ല, ഇങ്ങനെ 16 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ കൊടുത്തുന്ന ഒരു കമ്പനി പൂട്ടി എന്താണ് ആ കമ്പനി ചെയ്തു കൊടുക്കുന്ന പ്രോജക്റ്റുകളെന്ന് പഠിക്കാൻ ഇന്ന് വരെ ഇവിടെ ആരും തയ്യാറായിട്ടില്ല. നിങ്ങൾ അതിലേക്ക് കടന്നു വരണം. ഈ നിയമസഭയിൽ ഞങ്ങളുടെ വിഷയങ്ങൾ നാളെ മുതലെങ്കിലും അത് ചർച്ചയ്ക്ക് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായും ഈ സെക്രട്ടേറിയറ്റ് സ്ഥിരാകേന്ദ്രത്തിലേക്ക് ഹൈറിച്ചിൻ്റെ കുടുംബാംഗങ്ങൾ, ഇന്ന് ഞങ്ങൾ നോമിനികൾ പ്രതിനിധികൾ മാത്രം, എൻ്റെ 1% പോലും ഇവിടെ എത്തിയിട്ടില്ല. എങ്കിലും ഇന്ന് ഏകദേശം 5000-ന് മുകളിൽ ആൾക്കാർ ഞങ്ങളിവിടെ എത്തി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. അപ്പോൾ അത് 1 ലക്ഷത്തിന് മുകളിൽ വരുന്ന ആൾക്കാരുടെ ഒരു പ്രകടനം ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് വന്നാൽ ചിലപ്പം ഈ സെക്രട്ടറിന് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ആ വരുന്ന ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്ക് ഉചിതമായൊരു തീരുമാനം കിട്ടുകയും ഞങ്ങൾ മറ്റൊരു മാർഗങ്ങളിലേക്ക് പോകും. ഈ വരുന്ന തദ്ദേശ ഇലക്ഷന് ഞങ്ങൾ വോട്ട് കുത്തണമോ, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ജനപ്രതിനിധികൾ ഞങ്ങളുടെ വോട്ടിൻ്റെ പുറത്ത് വരണോ, ഞങ്ങളെ കേൾക്കാനും ശ്രമിക്കാൻ തയ്യാറാകാത്തവർ എന്തിനാണ് ഞങ്ങൾ അതിലേക്ക് പോകുന്നത്? ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഞങ്ങളെ തട്ടിപ്പുകാരായിട്ടാണ് സമൂഹം വിലയിരുത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ വിഷൻ്റെയും റിപ്പോർട്ടറിൻ്റെയും മനോരമയുടെയൊക്കെ ചാനലിൻ്റെ ഫ്രണ്ട് പേജിൽ 1600 കോടി രൂപ തട്ടിച്ചു, വിദേശ തട്ടിപ്പ് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ ചുറ്റുവട്ടം ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ തട്ടിപ്പുകാർ, ഞങ്ങൾ പണം ഇരട്ടിപ്പിക്കാൻ പോയി. അപ്പോൾ അതൊക്കെ അസംബന്ധമാണെന്ന് ആ ജനസമൂഹത്തിന് മുന്നേ ഞങ്ങൾക്ക് തെളിയിച്ചേ പറ്റൂ. ആ അവസരമാണ്. അതായത് ഈ കമ്പനിക്കെതിരെ 67 FIR ആണ് ഇപ്പോൾ ഉള്ളത്. ഈ 67 FIR-ഉം കമ്പനി അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം വന്നതാണ്, അല്ലാതെ അതിന് മുമ്പത്തെ അല്ല. ശരിക്കും മനസ്സിലാക്കണം. അതായത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോൾ നിങ്ങളെ പൈസ ഒക്കെ കിട്ടണമെങ്കിൽ കേസ് കൊടുത്താലേ കിട്ടുള്ളൂ എന്നൊക്കെ പല ആളുകൾ വാർത്തയും ചാനലിലും യൂട്യൂബിലൊക്കെ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ അങ്ങനെ കാശ് കിട്ടുമെന്നുള്ളവർക്ക് കേസ് കൊടുത്തതാണ്. അപ്പോൾ ഈ 67 FIR വരാൻ എന്താ കാരണം? അക്കൗണ്ട് ഫ്രീസ് ചെയ്തതല്ലേ. പക്ഷേ ഇപ്പോൾ കോടതിയിലൊക്കെ നടക്കുന്ന ചർച്ച, പ്രോസിക്യൂട്ടർ മെയിനായിട്ട് എടുത്തു വെക്കുന്ന ചർച്ച 67ഓളം കേസുകളെ കാര്യമാണ്. അത് ഈ കമ്പനി പൂട്ടാണ്ടായ കാരണമല്ല, അത് പൂട്ടിയതിന് ശേഷം വന്ന ആ 67 FIR വെച്ചിട്ടാണോ കോടതിയിൽ ചർച്ച ചെയ്യേണ്ടത്? അപ്പോൾ അതുകൊണ്ടാണ് ആ 67 FIR ഒന്നും ഇടാതെ മാനേജ്മെൻറ്റും കമ്പനിയും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് 10,000 ഇന്നിവിടെ കൂടിയത്. ഈ പ്രോസിക്യൂട്ടറും ഗവൺമെൻറ്റും ചർച്ച ചെയ്യട്ടെ കോടതിയോട്. ഈ ജനങ്ങൾക്കാണ് ഇത് ആവശ്യം. 67 ആൾക്ക് വേണ്ടെങ്കിൽ അവരെ പൈസ കൊടുത്തു ഒഴിവാക്കുക. തിരിച്ചു വന്നേ മതിയാകോ, തിരിച്ചു വന്നേ മതിയാകോ, തിരിച്ചു തന്നേ മതിയാകോ, തിരിച്ചു തന്നേ മതിയാകോ.
നികുതി പണവും നൽകിയതാണ്. നികുതി പണവും നൽകിയതാണ്. ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട അധികൃതർക്കൊന്നും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് തന്നെ തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമരവുമായി ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇവിടെ വന്ന് സമരം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.